ഈ സ്ഥാപനത്തിന് സ്ഥാപിക്കുന്നതിന് വേണ്ടി വളരെയധികം ആദ്യ സ്റ്റേജിൽ പാടുപെട്ട് ഇഷ്ടപ്പെട്ട പണമുണ്ടാക്കിയതിൽ വളരെയധികം അധ്വാനിച്ച ഒരു മാന്യ വ്യക്തിത്വമാണ് ശ്രീ കെ ജയചന്ദ്രൻ. അദ്ദേഹം അക്കാഡമിക് കൗൺസിലിൻ്റെ സെക്രട്ടറിയായി അനേക കൊല്ലം, ഏതാണ്ട് 8-9 കൊല്ലം അഹോരാത്രം രാത്രിയും പകലും ഒന്നില്ലാതെ വർക്ക് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കൂടി അധ്വാന ഫലമാണ് ഈ സ്ഥാപനം രൂപം കൊള്ളാനിടയായത്. അതിന് അക്കാഡമിക് കൗൺസിലും ഇവിടെ പഠിക്കുന്ന വിദ്യാർത്ഥികൾ, ഇത് പഠിക്കാൻ പോകുന്ന വിദ്യാർത്ഥികളും എല്ലാം തന്നെ ഒരു തരത്തിൽ അല്ലെങ്കിൽ വേറൊരു തരത്തിൽ പിന്നെ
ഭാര്യയും മകളും മകനുമൊക്കെ വന്നിട്ടുണ്ട്. അവരെ നല്ല പരിചയപ്പെടുത്തും. അവർക്ക് എല്ലാവിധ ആരോഗ്യവും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അവരുടെ അനുഗ്രഹം എപ്പോഴും ഈ സ്ഥാപനത്തിൽ ഉണ്ടാകണം എന്ന് ആഗ്രഹിക്കുന്നു. അദ്ദേഹം ചെയ്ത പ്രവർത്തനത്തിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് ഈ സ്റ്റേഡിയത്തിന്, ഈ കോർട്ടിന് ശ്രീ ജയചന്ദ്രൻ നായർ മെമ്മോറിയൽ പാർക്ക് ബാസ്കറ്റ്ബോൾ കോർട്ട് എന്ന പേരിട്ട് ഇടുന്നത്. ആ പേരാണ് നന്ദിപൂർവ്വം അദ്ദേഹത്തിൻ്റെ സ്മരണ നന്ദിപൂർവ്വം ഓർമ്മിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പേര് ഒരിക്കൽ കൂടി അനൗൺസ് ചെയ്യുകയാണ്. ഈ കോർട്ടിൻ്റെ പേര് ജയചന്ദ്രൻ നായർ ബാസ്കറ്റ്ബോൾ കോച്ച് എന്നായിരുന്നു. താങ്ക് യു സർ. പ്രിയമുള്ളവരെ, നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയുടെ ഭാഗമായി ഗവൺമെൻറ് കർശന നിർദ്ദേശമാണ് ക്ലാസ് റൂം ആക്ടിവിറ്റീസ് മാത്രമല്ല, കുട്ടികൾക്ക് ശാരീരികവും മാനസികവുമായ വളർച്ച എത്രയും പെട്ടെന്ന് വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രായമാണ് നമ്മുടെ കുഞ്ഞുങ്ങളുടെ. അപ്പോൾ ഭക്ഷണം കഴിച്ചുകൊണ്ട് മാത്രമല്ല, കളികളിലൂടെ മാനസികമായി ചിന്തിക്കാനുള്ള അവസരം വിദ്യാലയങ്ങളിൽ ഉണ്ടാക്കേണ്ടതുണ്ട്. അതിൻ്റെ ഭാഗമായി കുറച്ച് ശക്തിയും ബുദ്ധിയും ഉപയോഗിച്ച് കളിക്കേണ്ട ഒരു കളി, അതാണ് ബാസ്കറ്റ്ബോൾ കോർട്ടിൽ ഒരു ബാസ്കറ്റ്ബോൾ കോർട്ട് ഈ സ്കൂളിൽ നിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ട് ആലോചിച്ചത്. അത് തുടക്കം മാത്രമേ എളുപ്പം ആയിരുന്നുവെങ്കിലും പിന്നീട് അങ്ങോട്ട് അതിൻ്റെ മെഷർമെൻറ്റുകൾ, മറ്റു കാര്യങ്ങൾ അതെല്ലാം വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് ചെയ്യണമായിരുന്നു. അപ്പോൾ അതിൻ്റേതായ ശാസ്ത്രീയമായ ഉപദേശം നൽകിയവരുണ്ട്. മോഡൽ സ്കൂളിലെ തന്നെ ഒരു പൂർവ്വ വിദ്യാർത്ഥി വിജയകുമാർ സാർ നമുക്ക് എല്ലാ നിർദ്ദേശങ്ങൾ നൽകി. ഈ സാധനം വാങ്ങുന്നത് മുതൽ എന്നോടൊപ്പം സഹകരിച്ചിരുന്ന നമ്മുടെ ഡ്രൈവർ സ്വർണ്ണകുമാറുണ്ട്, മറ്റു പല സഹായങ്ങൾ ചെയ്തു തന്ന സനൽകുമാറുണ്ട്, നമ്മുടെ കൂടെ രാധാകൃഷ്ണ സാർ എല്ലാ കാര്യങ്ങൾക്കും ഉണ്ടായിരുന്നു. സ്കൂളിലെ മറ്റ് ജീവനക്കാർ, അധ്യാപികമാർ എല്ലാവരും ഈ കോർട്ട് ഇത്തരത്തിൽ പൂർത്തിയാക്കുന്നതിന് എന്നെ നന്നായി സഹായിച്ചിട്ടുണ്ട്. എല്ലാവരെയും ഞാൻ ഈ അവസരത്തിൽ ഓർക്കുകയാണ്. അപ്പോൾ കുട്ടികൾക്ക് നല്ലൊരു ഭാവി, ഈ വെറുതെ പല സ്കൂളുകളിൽ ഇതൊരു ഷോയ്ക്ക് വേണ്ടി വെച്ചിട്ടുണ്ട്, നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇവിടെ അതല്ല, യങ് ആൻഡ് എനർജറ്റിക് ആയിട്ടുള്ള ഒരു PT ടീച്ചർ നമുക്കുണ്ട്. അതിൻ്റെ പവറും അതിൻ്റെ എനർജിയും മാക്സിമം നമ്മുടെ സ്കൂളിൽ ഉപയോഗിക്കണം എന്ന് വിചാരിച്ച കൂടെ കൊണ്ടാണ് ഇങ്ങനെ ഒരു കോർട്ട് നമ്മൾ സ്ഥാപിച്ചത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് എല്ലാവരും, നമ്മുടെ സ്പെഷ്യൽ ടീച്ചേഴ്സ്, ഡാൻസ് ടീച്ചർ, എല്ലാവരും നമ്മുടെ ഇതിൻ്റെ ഈ പരിപാടിക്ക് വേണ്ടി വളരെയധികം ആത്മാർത്ഥമായി സഹായിച്ചുകൊണ്ടിരിക്കുന്നു, ഇപ്പോഴും സഹായിക്കുന്നു. അത് എല്ലാവരെയും ഞാൻ ഈ അവസരത്തിൽ ഓർക്കുന്നു. പിന്നെ പേരിടുന്ന കാര്യം വന്നപ്പോൾ നമ്മുടെ പ്രസിഡന്റ് സൂചിപ്പിച്ചതുപോലെ ഈ KSCCയുടെ ആരംഭകാല പ്രവർത്തനങ്ങളിലെ പ്രഗത്ഭനായിരുന്ന, പ്രശസ്തനായ അധ്യാപകനായിരുന്ന, ധാരാളം ശിഷ്യഗണങ്ങളുള്ള, കേരളത്തിലെ തന്നെ അറിയപ്പെടുന്ന ഒരു ബയോളജി അധ്യാപകനായ ശ്രീ ജയചന്ദ്രൻ നായർ സാറിൻ്റെ പേര് ഈ സ്റ്റേഡിയത്തിന് നൽകണമെന്ന് പ്രസിഡന്റ് നിർദ്ദേശിക്കുകയും അങ്ങനെ ആ പേര് നമ്മൾ നൽകുകയും പേരിൽ നമ്മൾ അദ്ദേഹത്തിൻ്റെ പേര് ഉൾപ്പെടുത്തി സ്റ്റേഡിയത്തിൻ്റെ പേര് ശ്രീ ജയചന്ദ്രൻ നായർ സ്റ്റേഡിയം ബാസ്കറ്റ്ബോൾ കോർട്ട് എന്ന ബോർഡ് നമ്മൾ സ്ഥാപിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതുമായിട്ട് സഹകരിച്ച എല്ലാവരെയും ഒരിക്കൽ കൂടി നന്ദി അറിയിച്ചുകൊണ്ട്, അപ്പോൾ ശ്രീ ചന്ദ്രദീപിനെ ഇതുമായി ബന്ധപ്പെട്ട് ഒരു വാക്ക് സംസാരിക്കാനായിട്ട് ഞാൻ സ്നേഹത്തോടെ ക്ഷണിക്കുകയാണ്. ജയചന്ദ്രൻ നായർ സാറിൻ്റെ അദ്ദേഹവും മകനും അദ്ദേഹത്തിൻ്റെ കുടുംബവും അമ്മയും ഒക്കെ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അവരെ ഞാൻ സ്നേഹത്തോടെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നതോടൊപ്പം ശ്രീ ചന്ദ്രദീപിനെ 2 വാക്ക് സംസാരിക്കാനായിട്ട് ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഇവിടെ കൂടിയിട്ടുള്ള വ്യാസ സ്കൂൾ അധ്യാപകരും അധ്യാപികമാരും സ്കൂളിലെ ജീവനക്കാരും പ്രിയപ്പെട്ട വിദ്യാർത്ഥികളും, ഇവരോടൊപ്പം ഈ ഒരു സന്തോഷമുള്ള മുഹൂർത്തത്തിൽ ഞങ്ങൾക്ക് എത്തിച്ചേരാൻ കഴിഞ്ഞതിനും അതിനൊരു അവസരം തന്നതിനും
യാസ സ്കൂളിനോടും എല്ലാവരോടും ഞങ്ങളുടെ നന്ദി അറിയിക്കുകയാണ്. ഇവിടെ പറഞ്ഞതുപോലെ വളരെ പ്രഗത്ഭയായിട്ടുള്ളൊരു PT ടീച്ചർ ഇപ്പോൾ സ്കൂളിനൊരു സമ്പത്തായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞു. അതിന് ഈ കുട്ടികളും വളരെ ഒരു ഭാഗ്യം ചെയ്തതായിട്ട് ഞാൻ കാണുന്നുണ്ട്, അറിയുന്നുണ്ട്. അപ്പോൾ ഒരുപാട് നന്ദിയോട് തന്നെ പറയുന്നു. ഈ വിജ്ഞാനത്തോടൊപ്പം കായിക വിനോദവും എന്നൊരു ലക്ഷ്യത്തോടു കൂടി മുന്നോട്ട് പോകുന്നതിനൊരു തുടക്കമായിട്ടുള്ള ഈ ഒരു സ്റ്റേഡിയത്തിന് കോർട്ടിന് എൻ്റെ അച്ഛൻ്റെ പേരിട്ടതും എല്ലാം നന്ദിയോടെ നിങ്ങളുമായിട്ട് ഞാൻ എന്നും അമ്മയും കുടുംബവും ഉണ്ട്, കൂടെ വന്നിട്ടുണ്ട്. എല്ലാവരുമായിട്ട് ഞങ്ങളുടെ ഈ ഒരു സന്തോഷം പങ്കുവയ്ക്കുകയാണ്. അപ്പോൾ എന്നും എല്ലാ കുട്ടികൾക്കും നല്ല ഭാവിയും എല്ലാ ഐശ്വര്യങ്ങളും സ്കൂൾ ജീവനക്കാർക്കും ടീച്ചേഴ്സിനും സ്കൂളിനും നേർന്നുകൊണ്ട് ഒരുപാട് സന്തോഷത്തോടെ പറയുന്നു. എല്ലാവർക്കും നന്ദി. നന്നായിട്ടെ. എത്രയും പ്രിയപ്പെട്ട ബഹുമാനപ്പെട്ട KSIC മെമ്പേഴ്സ്, എത്രയും പ്രിയപ്പെട്ട ബഹുമാനപ്പെട്ട പാരൻസ്, അധ്യാപകരെ, അനധ്യാപകരെ, പ്രിയപ്പെട്ട കുട്ടികളെ, ഈ സ്കൂളിൽ ഈ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ നമ്മളെ സഹായിക്കുന്ന എല്ലാവരോടും, പ്രത്യേകിച്ച് ഇന്ന് ഈ കോർട്ടുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കുകയും നമ്മളെ പ്രോത്സാഹനം നൽകുകയും ചെയ്ത എല്ലാവരോടുമുള്ള നന്ദി കടപ്പാട് അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.